നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഗാസ സംഘർഷം 434 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും ഗാസയിലും ലെബനനിലും ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നു. വ്യാഴാഴ്ച രാത്രി സെൻട്രൽ ഗാസയിലെ നുസൈറാത്ത് ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 33 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ക്യാമ്പിലെ കെട്ടിടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഇടിച്ച് 33 പേർ കൊല്ലപ്പെട്ടു എന്നും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ട്. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മധ്യ തെക്കൻ ഗാസയിൽ 57 പേരുൾപ്പെടെ 70 പേർ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് UN പൊതുസഭ 193 അംഗ പൊതുസഭയുടെ ബുധനാഴ്ച ചേർന്ന 10ാം അടിയന്തര യോഗമാണ് ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രമേയം അംഗീകരിച്ചത്. ഇസ്രയേൽ നിരോധിച്ച പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിക്കുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യ അവതരിപ്പിച്ച പ്രമേയത്തെ ഇന്ത്യയടക്കം 158 രാഷ്ട്രങ്ങളാണ് അനുകൂലിച്ചത്. ഇസ്രയേലും അമേരിക്കയുമടക്കം 9 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. അൽബേനിയ, യുക്രൈൻ തുടങ്ങി 13 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഇരുവശവും UN രക്ഷാസമിതി ജൂണിൽ പാസാക്കിയ വെടിനിർത്തൽ പ്രമേയത്തിലെ മാനദണ്ഡം പാലിക്കാൻ തയ്യാറാകണമെന്നാണ് പ്രമേയം ആവശ്യപ്പെട്ടത്. ബന്ദികളെ മോചിപ്പിക്കുക, ഇസ്രയേൽ ജയിലിലടച്ച പലസ്തീൻകാരെ വിട്ടയക്കുക, കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കുക, ഗാസ നിവാസികളെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയം പറഞ്ഞിട്ടുണ്ട്. ഗാസ വെടിനിർത്തൽ കരാറും ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറും തയ്യാറാണെന്ന് ഇസ്രയേൽ സൂചിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് തുർക്കി പ്രസിഡന്റുമായും വിദേശകാര്യ മന്ത്രിയുമായും നടത്തിയ ചർച്ചയിൽ ഗാസ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. പ്രസിഡന്റ് എർദോഗനുമായും മന്ത്രി ഫിദാനുമായും നടത്തിയ ചർച്ചയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കാൻ കഴിയുന്ന ഗാസ കരാറിനോട് ഹമാസ് അനുകൂലിക്കുന്നതിന് തുർക്കിക്ക് വഹിക്കാനാകുന്ന പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കിയതായാണ് ബ്ലിങ്കൻ പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് ഈജിപ്തിനോട് സമ്മതിച്ചിട്ടുണ്ട്. പലസ്തീൻകാരെയും ഇസ്രയേൽ ബന്ദികളെയും മോചിപ്പിക്കുമെന്നാണ് ഹമാസ് അറിയിച്ചത്. പക്ഷേ എത്ര ബന്ദികൾ കയ്യിലുണ്ട് എന്ന് ഇതുവരെ ഹമാസ് പറഞ്ഞിട്ടില്ല. ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ഹമാസ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ആവശ്യം ഹമാസ് ഉന്നയിക്കുന്നില്ല. പക്ഷേ ഹമാസിനെ വിശ്വസിക്കാൻ ഇസ്രയേൽ തയ്യാറല്ല. ഹമാസ് വാക്കുപാലിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഇസ്രയേൽ പക്ഷം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുക തന്നെയാണ്. വ്യാഴാഴ്ച വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഗാസയിൽ 36 പേരെ കൊലപ്പെടുത്തിയതായുള്ള വിവരവും വരുന്നുണ്ട്. ഖാൻ യൂനുസിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സഹായ സംഘത്തിനു നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലസ്തീൻ സുരക്ഷാ ഗാർഡുകൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. പശ്ചിമേഷ്യയുടെ മുഖച്ഛായ മാറ്റുമെന്ന് അവകാശപ്പെട്ട നെതന്യാഹു ഇപ്പോൾ രാജ്യത്തിന്റെ വിസ്തൃതി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വിമതർ അധികാരം പിടിച്ചെടുത്ത സിറിയയുടെ 70% ഇസ്രയേൽ പിടിച്ചെടുത്തു. ഇസ്രയേൽ ആരംഭിച്ച ചെയിൻ പോരാട്ടത്തിൽ ഇറാൻ ഉൾപ്പെടെ ഞെട്ടി നിൽക്കുകയാണ്. സിറിയയിൽ അസദിനെ സഹായിക്കാൻ $30 ബില്യൺ ഇറാൻ ചെലവഴിച്ചത്. ഗാസയിലാകട്ടെ ഹമാസിനു വേണ്ടി തുലച്ചത് കോടികളാണ്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി $20 ബില്യൺ ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഉൾപ്പെടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും അടിച്ചമർത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു എന്നും ഇനിയും അത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും നെതന്യാഹു ജനങ്ങൾക്കുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കി. നെതന്യാഹു ഇറാനിയൻ ജനതയോട് ചെയ്ത വീഡിയോ പ്രസംഗത്തിൽ ബദ്ധവൈരികളായ ഇറാനും സഖ്യകക്ഷികൾക്കുമെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലാകെ മാറ്റിമറിക്കാൻ ഒരുങ്ങുന്ന ഒരു ചെയിൻ റിയാക്ഷന് കാരണമായിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. ഹമാസിന്റെ നാശം, ലെബനനിലെ ഹിസ്ബുള്ളയുടെ അവസാനം, ഹസൻ നസ്രല്ലയുടെ കൊലപാതകം, ഇറാൻ ഭരണകൂടത്തിന്റെ ഭീകരതയുടെ അച്ചുതണ്ടിന് നൽകിയ പ്രഹരങ്ങൾ ഇവയെല്ലാം തന്നെ ഈ ചെയിൻ റിയാക്ഷന്റെ ഫലങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു. 480 വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര, നാവിക, വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണമായി തുടച്ചു നീക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അധിനിവേശ ഗോലാൻ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രയേൽ കരസേനാ സാന്നിധ്യം എത്തിയിട്ടുണ്ട്. ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ വളരെ നിസ്സാരമായി തന്നെ നടപ്പിലാക്കാൻ ഇസ്രയേലിന് സാധിച്ചു. സിറിയയ്ക്ക് മേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും
ഇസ്രയേൽ അവകാശപ്പെടുന്നു. സിറിയയിലെ ആസാദ് ഭരണകൂടത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 86% ഇസ്രയേൽ തകർത്തെറിഞ്ഞു. ഇനി ഇറാനിലേക്ക് സിറിയൻ തലസ്ഥാനത്തിന് മുകളിലൂടെ നിരീക്ഷണ ഡ്രോണുകൾ അയക്കാൻ ഇസ്രയേലിന് കഴിയും. കാരണം ഇനി ലെബനനിൽ നിന്നോ സിറിയയിൽ നിന്നോ എന്തിന് ഇറാഖിൽ നിന്നു പോലുമോ ഒരു തരത്തിലുള്ള പ്രതിരോധവും ഇസ്രയേലിന് ഭയക്കേണ്ടതില്ല. ഇസ്രയേൽ അന്വേഷിക്കുന്ന ഒരേ ഒരു കാര്യം സ്വന്തം രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ ക്രൂരതയ്ക്കെതിരെ നാഗരികതയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും വീഡിയോ സന്ദേശത്തിൽ ഇറാനിയൻ ജനതയോട് നെതന്യാഹു പറയുന്നു. ഇറാൻ പൗരന്മാരോടും നെതന്യാഹു പറഞ്ഞത് ഇറാനിലെ സാധാരണ ജനങ്ങളെയാണ് ഇറാൻ ഭരണകൂടം ഭയക്കുന്നത് എന്നാണ്. ഇസ്രയേൽ ഇറാൻ ജനതയ്ക്കൊപ്പം ഉണ്ട് എന്നും ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാനിലാണ് ജനവിപ്ലവം ഉണ്ടാകാൻ പോകുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇനിയും ആക്രമിക്കുമെന്നും ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. ഇത്രയും കാലം സിറിയ വഴിയാണ് ഇറാൻ ആയുധങ്ങൾ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ വഴി അടഞ്ഞു. അസദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടു എന്നാണ് ഇസ്രയേൽ വിലയിരുത്തൽ. ഈ അവസരം മുതലാക്കാൻ തന്നെയാണ് ഇസ്രയേൽ ഒരുങ്ങുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.